കുർബാന തർക്കത്തിൽ സിറോ മലബാർ സഭ നേതൃത്വത്തിന് വിമത വൈദികരുടെ മുന്നറിയിപ്പ്. വൈദികർക്കെതിരെ നടപടി വന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപത സ്വതന്ത്ര സഭയായിരിക്കുമെന്ന് വിമതപക്ഷം. മുൻ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കുർബാന തർക്കം രൂക്ഷമായ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലപാട് കടുപ്പിക്കുകയാണ് വിമതപക്ഷം. ജൂലൈ 3 ശേഷവും ഏകീകൃത കുർബാന നടത്തില്ല. വൈദികരെ പുറത്താക്കിയാൽ സഭ പിളരുമെന്ന് മുന്നറിയിപ്പ്. എറണാകുളം അങ്കമാലി അതിരൂപത സ്വതന്ത്ര കത്തോലിക്ക സഭയായി മാറുമെന്നും വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. സത്യവും നീതിയും ധാർമ്മികതയും ഇല്ലാത്ത ചില റിപ്പോർട്ടുകൾ ഔദ്യോഗിക സ്ഥാനത്തിരുന്ന് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് ഈ അതിരൂപതയ്ക്കെതിരെ കൊടുത്തു എന്ന് പറയുന്നത് വളരെ ഗൗരവമായിട്ടുള്ള കൃത്യവിലോപമാണ്. സിനഡ് മറുപടി പറയാതെ ഇനി സിനഡിന് മുന്നോട്ട് പോകാനേ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിക്കാൻ സഭാ നേതൃത്വം ശ്രമിച്ചതിന് തെളിവുകളുണ്ട്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ അന്നത്തെ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ മാർപ്പാപ്പയ്ക്ക് കത്തയച്ചു. വിമതർക്ക് തീവ്രവാദികളുമായും മറ്റ് സഭകളുമായും ബന്ധമുണ്ടെന്നാണ് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തയച്ച കത്തിൽ പറയുന്നത്. കത്തിൽ പറയുന്ന പല കാര്യങ്ങളും ഇപ്പോൾ പുറത്തിറക്കിയ സർക്കുലറിലുമുണ്ട്. ഇത് ഗൂഢാലോചനയുടെ തെളിവാണ്. ഇതൊന്നും തെളിവുകളില്ലാത്ത കാര്യങ്ങളാണെന്ന് ഇതിക്ക് മുമ്പ് ഈ അതേ ആർച്ച് ബിഷപ്പ് സിനഡിൽ അവതരിപ്പിച്ചപ്പോൾ സിനഡിലെ പിതാക്കന്മാർ ചോദിച്ചിട്ടുള്ളത് വേർ ഈസ് ദ പ്രൂഫ്? അങ്ങനെ പ്രൂഫ് ഇല്ലാത്ത ഒത്തിരി കാര്യങ്ങളാണ് അദ്ദേഹം റോമിലേക്ക് എഴുതി അയച്ചത്. ആ ലെറ്ററിലുള്ള അതേ വാക്കുകൾ ഈ സർക്കുലറിൽ ഞങ്ങൾ കണ്ടെത്തി. നാളെ ചേരുന്ന സിനഡിൽ വിഷയം ചർച്ചയാകുമെന്നാണ് സൂചന. അടുത്ത മാസം 3 മുതൽ ഏകീകൃത കുർബാന നടത്താത്ത വൈദികരെ സഭയിൽ നിന്ന് പുറത്താക്കുമെന്നാണ് സർക്കുലർ. ഇക്കഴിഞ്ഞ ഞായറാഴ്ച ആകെയുള്ള 328 പള്ളികളിൽ 10-ൽ താഴെ ഇടങ്ങളിൽ മാത്രമാണ് സർക്കുലർ വായിക്കാൻ കഴിഞ്ഞത്. റിപ്പോർട്ടർ, കൊച്ചി.